കൂട്ടലും കിഴിക്കലും ഒക്കെ തുടരുകയാണ് മുന്നണിയിൽ. സന്ദേശത്തിൽ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ, അതായത് ഉത്തമ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നാണ് ആലോചന. വലിയ അംഗം വരാനിരിക്കുകയാണ്. ആ അംഗത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ പഠിക്കണം. ചില പ്രധാനപ്പെട്ട കോട്ടകളിലൊക്കെ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയണം. പൊളിഞ്ഞ തന്ത്രങ്ങൾ പൊളിച്ചെഴുതണം. നിർണായകമായ 2 യോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് കണ്ണൂരും. UDF ഏകോപന സമിതി കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസമുണ്ട് UDFന്. മുന്നണി വിപുലീകരണം ചർച്ചയാവും. PV അൻവറിനെയും CK ജാനുവിനെയും മുന്നണിയിൽ ഉൾപ്പെടുത്തുമോ എന്നതിലാണ് പ്രധാനപ്പെട്ട ആശങ്ക. ഇന്ന് തീരുമാനമുണ്ടാവും. കണ്ണൂരിലാണ് BJPയുടെ നേതൃയോഗം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും മറ്റിടങ്ങളിൽ എന്ത് പറ്റി? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയോ? വോട്ട് ശതമാനം കുറഞ്ഞതെങ്ങനെ? എല്ലാം വിശദമായി പരിശോധിക്കും. VS സഞ്ജിത്ത് കോഴിക്കോട് നിന്നും, അലി അക്ബർ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ അലി അക്ബർഷയിലേക്ക്. അലി അക്ബർ, ഗുഡ് മോർണിംഗ്. VS സഞ്ജിത്ത്, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ അലി, ഇന്നിപ്പോൾ UDFന്റെ ഏകോപന സമിതി യോഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മുൻകൈ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണം. സംഭവം പുറത്ത് വലിയ വിജയമാണ്. ഇത്തവണ തദ്ദേശം UDF തൂക്കി എന്നൊക്കെ പറയുമ്പോഴും ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 65 സീറ്റ് ഇപ്പോഴും LDFനുണ്ട് എന്നുള്ളത് UDFന്റെ കേന്ദ്രങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. ഈ തരംഗത്തിലും 65ഓളം സീറ്റുകൾ LDFനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ 100 സീറ്റിലേക്ക് അല്ലെങ്കിൽ 80 സീറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകുക വലിയ ശ്രമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങളുണ്ടാവും. പുറത്തു നിൽക്കുന്ന PV അൻവർ, CK ജാനു ഇവരൊക്കെ ഇന്നിപ്പോൾ UDFന്റെ ഭാഗമാകുമോ ഇന്നത്തെ മീറ്റിംഗോടുകൂടി? കാത്തിരുന്ന് കാണണം. എല്ലാ നേതാക്കന്മാരും കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അലി, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ UDFന്റെ ഏകോപന സമിതി യോഗം വളരെ നിർണായകമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ കയ്യിലിരിക്കുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുറ്റത്ത് വന്നു നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ഏകോപന സമിതി യോഗം വളരെ നിർണായകമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കളത്തിലിറങ്ങുക എന്നത് തന്നെയാണ് UDFന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാകും. പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ CK ജാനുവും PV അൻവറും ഇനി പുറത്തു നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇന്ന് എത്തുമെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനം കൈക്കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈക്ക് അപ്പുറത്തേക്കുള്ള ഒരു മിന്നുന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനുള്ളതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനങ്ങൾ, തന്ത്രങ്ങൾ മെനയുക എന്നത് തന്നെയാണ് ഇന്ന് നടക്കുന്ന യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സീറ്റ് വിഭജനത്തിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതുകൂടി UDF മുന്നിൽ കാണുന്നുണ്ട്. ജനുവരിയോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഈ CK ജാനുവിനെയും PV അൻവറിനെയും ഒപ്പം കൂട്ടുന്നതിനൊപ്പം മറ്റേതെങ്കിലും പാർട്ടികളെ ഒപ്പം കൂട്ടി മുന്നണി ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിലുണ്ടാവും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എറണാകുളത്ത് ഒരു മിന്നുന്ന വിജയം ഇത്തവണ നേടാൻ തദ്ദേശത്തിൽ UDFന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇന്നത്തെ യോഗം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.